പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജൂൺ 23 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവെ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. മുഖത്തെ ആവേശപ്പെടുത്തുന്ന
അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്നലെ ചെല്ലാനം പള്ളി ധ്യാനിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞില്ലേ? അപ്പം ആ ചെല്ലാനം പള്ളി 2ാമത്തെ ദിവസത്തെ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കരയും കടലും കായലും കാണാതെ മൊത്തം വെള്ളപ്പൊക്കത്തിൽ കിടക്കുകയും നല്ല തണുത്ത കാറ്റും നല്ല ശക്തമായ കാറ്റും മഴയൊക്കെ. അതുകൊണ്ടാണ് പള്ളിയിൽ ആൾ കുറയണത്. ആൾ വളരെ കുറഞ്ഞ, ആ ചെറിയ പള്ളിയാണെങ്കിൽ പോലും അതിൻ്റെ നിൽക്കാനുള്ള 10, 15, 20 ആളാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഈ ആലപ്പുഴ നാടൻ വരെ ചെല്ലണമായി ശരിക്കും പറഞ്ഞാൽ 20 ആളിന് വേണ്ടി ഇവിടുന്ന് ആലപ്പുഴ വരെ പോകും. അപ്പോൾ ഇത് ആലപ്പുഴയിൽ നിന്ന് ഈ ചെല്ലാനം വരെ പോകും. കൊച്ചി ജില്ലയിലാണ്. അപ്പോൾ എന്താ പക്ഷേ എറണാകുളം ജില്ലയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകണതാണ് ശരിക്കും പറഞ്ഞത്. അന്ന് അവിടെ ഒരു സംഭവം നടന്നു. 3-ാം ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലണത് തന്നെ ഈ ഓർഗൺ ഉണ്ടല്ലോ, ഈ വലിയ ഓർഗൺ നമുക്ക് അവിടെ പിടിച്ചുകൊണ്ട് പോകണം. അവിടെ ഓർഗണൊന്നുമില്ല. ഓർഗൺ ഞങ്ങൾ വണ്ടിയെ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഓർഗൻ്റെ ഒരു തള മുമ്പിലും ഒരു തള പുറകിലുമായിട്ട് വട്ടം പിടിക്കാൻ പറ്റത്തില്ല, നീളം പിടിച്ചുകൊണ്ട് 1 കിലോമീറ്റർ പോകണം. ഇത്രയും കഷ്ടപ്പെട്ട് ആ പള്ളി ചെല്ലുമ്പോഴല്ല നമ്മൾ കാണുന്നത് ആ പള്ളിക്ക് ചുറ്റുകൊണ്ടായിരുന്ന പന്തലൊക്കെ ബോർസൊക്കെ ഒഴുകി നടക്കി കാറ്റെടുത്തിട്ട് കായലിൻ്റെ കാറ്റെന്ന് പറയണത് പാടശേഖരം, കായലല്ല പാടശേഖരമാണ്. അവിടെ വെള്ളം ഇങ്ങനെ രാജ്യം മുഴുവനും വെള്ളം നിൽക്കുക. അപ്പം അവിടെ കാറ്റടിച്ചിട്ട് തടയില്ലാത്ത കാറ്റാണ് നേരെ വന്ന് പന്തലിൻ്റെ അടിച്ച് ഈ അവിടെയുള്ള സൗണ്ട് ബോക്സൊക്കെ അട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം താഴിട്ട് അതിനകത്ത് ഇത് വെള്ളത്തിൽ ഒഴുകിയ സാധനമൊക്കെ ഭയങ്കരമായ നമുക്ക് സങ്കടം പറഞ്ഞതില്ലേ, നമുക്ക് സങ്കടമല്ല, നമ്മൾ ചിലപ്പോൾ സമയത്ത് ദൈവത്തിനെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഓർക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാ ധ്യാനം നടത്തണം, ദൈവത്തിന് വേണ്ടപ്പോൾ എനിക്കെന്തിനാ, അങ്ങനെ ചിന്തിച്ചു പോകും. ഞാൻ ചിന്തിച്ചായിരുന്നു ആ സമയത്ത്. കർത്താവിന് വേണ്ടത് എങ്കിലും ഇപ്പം നമുക്ക് എന്തിനാണ് നല്ല രീതി, കാര്യം കഷ്ടപ്പെട്ടാണെന്നോടെ വരണതേ. ഇടവക്കാരും ഇല്ല, ഇടവക 14,000 10,200 വീട്ടുകാരുള്ളതാണ്. അപ്പോൾ 15 പേരാണ് ഈ ധ്യാനത്തിൽ വന്നിരിക്കുന്നത്. സിറ്റുവേഷൻ അതുകൊണ്ടാണ്. അവർക്ക് ധ്യാനത്തിന് കുറവൊന്നുമുള്ളതല്ല. ഈ പള്ളിയിലേക്ക് ഇവിടം വരെ കഷ്ടപ്പെട്ട് തോട് നീന്തിയൊക്കെ വരണ്ടേ. അങ്ങനെ കേട്ടോ. 5-ാം ദിവസമായപ്പോഴേ മൂന്നാം ദിവസമായപ്പോൾ കറണ്ടും പോയി. കാറ്റും മഴ മാത്രമല്ല, എന്താ ന്യൂനമർദ്ദം നടന്ന അന്നത്തെ കാലത്ത്. കാറ്റും മഴ മാത്രമല്ല, ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി. കറണ്ട് പോയി ധ്യാനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ആൾക്കാരെ കാണാൻ പറ്റണില്ല. അപ്പം ഞാനിങ്ങനെ ഇരുട്ടത്ത് ഇതിൻ്റെ ആൾക്കാരെ നിൽക്കുക. അപ്പോൾ കറണ്ട് വന്നില്ലെങ്കിൽ വീട്ടിൽ പോകാം, കാര്യം ആരും ഇല്ല. ധ്യാനം അവസാന ദിവസമായി, ഒരു നന്ദി പറയാൻ പോലും ആരും വന്നിട്ടില്ല അവിടെ എങ്ങും പോയി ഇടവകയെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആൾക്കാരെ ഇരുട്ടത്ത് നിൽക്കുകയാണ്. നല്ല തണുത്തിട്ട് ചെവിയുടെ അകത്ത് കൂടി തണുത്ത കാറ്റൊരു പല്ല് കിടിപ്പിടുന്നുണ്ട്. അപ്പോൾ എങ്ങാനും അവസാനം ഒരു ആരാധന നടത്താനുള്ള വകുപ്പുണ്ടെങ്കിൽ ആരാധന നടത്താവുന്ന രീതിയിൽ നിൽക്കുകയാണ്. അതിനിടെ കറണ്ട് വരികയാണെങ്കിൽ, പക്ഷെ കറണ്ട് വന്നില്ല. കറണ്ട് വരാതെ എന്നാൽ ചേർത്ത് കെട്ടിപ്പോയേക്കാം. കാര്യം പോണം പാടാൻ. കറണ്ട് ഒന്നുമില്ല, ചെറിയൊന്നും കറണ്ടില്ല. തോട് ഏതാണ് കരയേതാണെന്ന് അറിയത്തില്ല. ഒരു തിട്ടത്തിന് നമുക്ക് കാല് തെറ്റിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതിന് ഓർഗൺ കൊണ്ടുപോകണം. എല്ലാം അത് ഓർക്കുമ്പോൾ ശരിക്കും എങ്ങനെയും റോഡിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അങ്ങനെ ഇരുട്ടത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാരുമൊക്കെ പള്ളിയിൽ അവിടെ ഇവിടെയൊക്കെ താഴെ നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കണം
ആൾക്കാർ പള്ളിയിൽ. താഴെയൊക്കെ മുഴുവൻ വെള്ളം കയറി, തൂവാനടിച്ച് കാറ്റടിച്ച് വെള്ളം കയറി കിടക്കുകയാണ് പള്ളിയുടെ അകത്ത്. അപ്പോൾ ഞാനങ്ങനെ നിൽക്കുന്ന സമയത്ത്, ആൾക്കാരെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വല്യപ്പൻ, അപ്പോൾ ആ വല്യപ്പൻ 3 ദിവസം അവിടെ ഉണ്ട് കേട്ടോ. ആ പഴമക്കാരുടെ കാര്യം അതല്ല, അവരൊന്നും ഇതൊന്നും ഇങ്ങനെയുള്ള വിഷയമൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ആ 3 ദിവസം ആ വല്യപ്പനുണ്ട്. ആ വല്യപ്പൻ എനിക്കറിയാം. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ മുനിഞ്ഞ് കത്തുന്ന വിളക്ക് തിരിയുണ്ട് അവിടെ. ആ തിരിയുടെ വെളിച്ചത്തിൽ ഈ വല്യപ്പൻ കയറി അൾത്താരേക്ക് വന്നു. അൾത്താരോട്ട് കയറി വന്നു. അപ്പം എനിക്ക് എന്താണ് അപ്പച്ചൻ വീട്ടിൽ പോകണമെന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും, നിർത്തിയൊക്കെ അച്ഛാന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും, മുപ്പുകാരനാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ പാപ്പ? അതാ അച്ഛാ എന്നിവിടെ പുള്ളിയുടെ തൊണ്ടയിടറി. അച്ഛൻ വരെ മനസ്സിലായ ആള് വന്നിട്ടുണ്ട്. അച്ഛന് വല്ല മനസ്സിലായ എന്ന് നോക്കുമ്പോൾ ഞാൻ ഈ ഇരുട്ടത്ത് ഈ അപ്പാവിൻ്റെ മുഖത്ത് നോക്കി, അപ്പോൾ ആള് വന്നിട്ടുണ്ട്. ആള് വന്നെന്ന് പറഞ്ഞില്ല, വല്ലാത്തൊരു സുഗന്ധം എൻ്റെ മൂക്ക് ചുറ്റി പോണം. ഞാൻ ആരാണെന്ന് ചോദിക്കേണ്ട കാര്യം എനിക്ക് വന്നില്ല. എനിക്ക് മനസ്സിലായി അമ്മയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം എഴുതിയിട്ടുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അമ്മ കണ്ടതില്ലേ നമ്മളെ ഈ പങ്കപ്പാട് സഹിക്കണത്. ഈ 3 ദിവസം അവിടെ നടത്തിയത് മരിയന്തേനമാണ്. ഈ 3 ദിവസം അവിടെ നടത്തിയത് മരിയന്തേനമാണ്. ഞാനിന്ന് നിങ്ങളോട് മരിയനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, മരിയനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളെയും നമ്മൾ അതിജീവിക്കും. കാര്യം മരിയൻ സത്യമാണ്. മരിയൻ്റെ വിഷയം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. വെച്ചാൽ ഒരു വിശ്വാസി എവിടെയെങ്കിലും സാക്ഷ്യം നൽകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഭ എവിടെയെങ്കിലും ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, അവിടെ കമ്മ്യൂണിക്കബിളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അവിടെ പ്രത്യക്ഷപ്പെടും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, സഭയ്ക്ക് പ്രശ്നമുള്ളതല്ല, സഭയ്ക്ക് കമ്മ്യൂണിക്കബിളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആരുമില്ലാത്തതാണ്. നിങ്ങളിത് മനസ്സിൽ എഴുതി പിടിച്ചോ. എന്താണ് സഭയുടെ പ്രശ്നം എന്ന് പറയുന്നത്? സഭയുടെ പ്രശ്നം എന്ന് പറയുന്നതും കുടുംബത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നതും പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല, പ്രശ്നങ്ങളുള്ളതല്ല. സഭയുടെ പ്രശ്നം എന്ന് പറയുന്നതും കുടുംബത്തിൻ്റെ നിൻ്റെ സ്വകാര്യ പ്രശ്നം എന്ന് പറയുന്നതും പ്രശ്നങ്ങളുള്ളതല്ല. പ്രശ്നമുള്ളപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരാളില്ലാത്തതാണ്. ആർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ? അമ്മയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ. അമ്മയ്ക്ക് എപ്പോഴും ഉടമ്പടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അമ്മയ്ക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിട്ട് നമ്മളെ നിരന്തരം മാറ്റുകയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അമ്മ സുഗന്ധവാഹിനിയാണ്. ഇന്നത് 10,000ങ്ങളുടെ അനുഭവങ്ങളാണ് ശരിക്കും. അതിനൊരു വചനമുണ്ട് പ്രഭാഷകങ്ങളിൽ. ആ പ്രഭാഷണം 24:15 എടുത്ത്, ഇലവങ്കം പോലെയും സുഗന്ധ തൈലം പോലെയും ഞാൻ പരിമളം പരത്തി. ഞാൻ വിജ്ഞാനത്തെ കുറിച്ചാണ് നമുക്ക് പറയണം അവിടെ പറയണത്. അപ്പോൾ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ ആരാണ്? ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. വിജ്ഞാനത്തോട് ചേർന്ന് എപ്പോഴും പരിമളമുണ്ട്, സുഗന്ധാഭിഷേകം ഉണ്ടാകും. ഞാൻ സുഗന്ധം പരത്തി. പറഞ്ഞോളൂ. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുംപശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. സുഗന്ധ പ്രസരണം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക അനുഭവമാണ്. നീ ദൈവമായിട്ട് ഇൻറ്റിമസി ആകുമ്പോൾ നിനക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സാന്നിധ്യത്തിൻ്റെ അടയാളമാണത്. എത്രയും വേഗം നീ പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സണായി നീ വളരാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.